എന്താ പരിപാടി? ചേച്ചി ഇതാരാ? ഇതാണ് PN പണിക്കർ. പണിക്കരോ? അതെ, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് PN പണിക്കർ എന്ന പുതുവയിൽ നാരായണ പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെ ഒരാഴ്ച കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നു. 1926 അദ്ദേഹം തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. ഒരു സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത്. ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 1977 ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തു. അതുവരെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹമായിരുന്നു. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നതാണ് വായനാദിന സന്ദേശം. PN പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെൻറ് LP സ്കൂൾ അദ്ദേഹത്തിൻ്റെ സ്മാരകമായി PN പണിക്കർ സ്മാരക ഗവൺമെൻറ് LP സ്കൂൾ എന്ന് 2014 വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു. ഇപ്പൊ മനസ്സിലായോ പണിക്കരെ? പണിക്കര് സൂപ്പറാ. മക്കളെ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അപ്പൊ നമ്മൾ എങ്ങനെ വളരണം? വാക്കുകൾ ചേർത്തുവെച്ച പുസ്തകങ്ങളുടെ വായന മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യ ശീലങ്ങളിൽ ഒന്നാണ്. ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യം. ഓരോ കാലത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വായനയുടെ രീതികൾ മാറിയേക്കാം. തൊട്ടടുത്ത ലൈബ്രറിയായിരുന്നു പണ്ട് ആളുകളുടെ വായനാവേദി. കാലം മാറിയപ്പോൾ മറ്റ് പ്ലാറ്റ്ഫോമുകൾ കടന്നു വന്നു. പുസ്തക വായനയുടെ രീതികൾ മാറിക്കഴിഞ്ഞു. ഏത് പ്ലാറ്റ്ഫോമിൽ വായിക്കുന്നു എന്നതല്ല, എന്തു വായിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം.